ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 30,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. ഇപ്പം 25,000 രൂപയുടെയും 30,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തരുന്ന മികച്ച പ്രോസസ്സറുള്ള ഒരു ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ പോക്കോയുടെ ഭാഗത്ത് നിന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6ഉം അതുപോലെ തന്നെ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X7 പ്രോയും. ഇപ്പം ബഡ്ജറ്റ് കുറവാണ്, 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ പോക്കോ F6 എടുക്കുക. അല്ല പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും മികച്ച പെർഫോമൻസ് വരുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ F6 സ്നാപ്ഡ്രാഗണിന്റെ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. X7 പ്രോയിൽ MediaTek Dimensity 8400 Ultra എന്നുള്ള പ്രോസസ്സറും വരുന്നുണ്ട്. രണ്ടും മികച്ച പ്രോസസ്സറുകൾ തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറുകൾ തന്നെയാണ്. പിന്നെ പോക്കോ F6 5000 mAh ബാറ്ററിയാണ് വരുന്നത്. എന്നാൽ X7 പ്രോയിൽ ബെറ്റർ ആയിട്ടുള്ള 6550 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം X7 പ്രോയിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററിയും കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടിലും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6 വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിന്റെ ഒരു പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിലും ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി അതുപോലെ തന്നെ MediaTek Dimensity 8400 Ultra എന്നുള്ള മികച്ചൊരു പ്രോസസ്സറും വേണമെന്നുണ്ടെങ്കിൽ X7 പ്രോയും കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോയുടെ അല്ലെങ്കിൽ ഐക്യൂടെ ഒരു സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വിവോ T3 Pro അല്ല എന്നുണ്ടെങ്കിൽ ഐക്യു Z9s Pro എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഈ ഫോണുകളിൽ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5500 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ വിവോയുടെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം വിവോ V30 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിലോട്ട് വരുമ്പോൾ നമുക്ക് 1.5K റെസൊല്യൂഷൻ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. സെയിം പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. 50+50+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി വരുന്നുള്ളൂ. ഈ ഒരു ഫോൺ 25,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ T3 Proക്ക് പകരം ഇതും വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതൊരു ഓഫ്ലൈൻ ഫോൺ കൂടിയാണ്. പിന്നെ നത്തിങ്ങിന്റെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A+ എന്നുള്ള സ്മാർട്ട് ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7350 Pro എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ റിയൽമിയുടെ 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് മികച്ച പെർഫോമൻസ് തരുന്ന ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി GT60 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പൊ നമുക്ക് 25,500 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിന് സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 25,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് റിയൽമിയുടെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ അല്ല വേണ്ടത്, നിങ്ങൾക്ക് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതിന് പകരം റിയൽമി 12 Pro Plus നോക്കാവുന്നതാണ്. ഇപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. പിന്നെ 50+8+64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഇതിൽ പെരിസ്കോപ്പ് ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് പഴയ ഫോണാണ്. പുതിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 13 Pro Plus വരുന്നുണ്ട്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ ക്യാമറയുടെ കാര്യത്തിൽ 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 5200 mAh ബാറ്ററി വരുന്നുണ്ട്. വില 27,300 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പുതിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി
റെഡ്മിയുടെ ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പം 25,000 to 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ കാര്യമായിട്ട് നല്ല ഓപ്ഷൻസ് വേറെ ഇല്ല. പകരം നിങ്ങൾക്ക് 22,200 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ MediaTek Dimensity 7200 Ultra എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 22,200 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് OnePlusന്റെ ഒരു ഫോണൊക്കെ ആയിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus Nord 4 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ 6.74 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 7+ Gen 3 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് മോട്ടറോളയുടെ ഒരു ഫോൺ ആയിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് മോട്ടറോള എഡ്ജ് 50 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 1.5K റെസൊല്യൂഷനിൽ വരുന്ന POLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Snapdragon 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4500 mAh ബാറ്ററിയും 125 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ചില ആൾക്കാർക്ക് ഓപ്പോയുടെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ Reno 11 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 29,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ MediaTek Dimensity 8200 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 4600 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 29,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഗൂഗിളിന്റെ ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. 29,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഗൂഗിൾ Pixel 7 വരുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ടെൻസർ G2 ചിപ്പാണ് വരുന്നത്. 50+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10.8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഗൂഗിളിന്റെ ഫോണാണ്. വളരെ മികച്ച ക്യാമറ പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ കൂടിയാണ് ഇത്. പിന്നെ ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ലഭിക്കും. 4355 mAh ബാറ്ററിയാണ് വരുന്നത്. 20 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 29,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ 26,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഗൂഗിൾ Pixel 7 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷെ അതിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ 64+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. പിന്നെ 6.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. അപ്പം എന്റെ അഭിപ്രായത്തിൽ ഇതിന് പകരം ഗൂഗിൾ Pixel 7 എടുക്കാം. ഇനി ബഡ്ജറ്റ് കുറവാണ്, ഗൂഗിളിന്റെ തന്നെ ഒരു ഫോൺ നിർബന്ധമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം 7 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിതിൽ സാംസങ്ങിന്റെ ഫോണുകൾ പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാംസങ്ങിന്റെ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ F55 എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S21 FE എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് നോക്കാവുന്നതാണ്. 30,000 രൂപയ്ക്ക് മുകളിലാണ് വില വരുന്നത്. പക്ഷെ സാംസങ്ങിന്റെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പം ഇതിൽ Snapdragon 888 എന്ന പ്രോസസ്സറും പിന്നെ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 4500 mAh ബാറ്ററിക്ക് വരുന്നുള്ളൂ. അപ്പം ഇതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. 30,000 രൂപയ്ക്ക് മുകളിലാണ് വില എന്നുണ്ടെങ്കിലും. അപ്പം ഇതൊക്കെയാണ് 30,000 രൂപയ്ക്ക് താഴെ ഇപ്പൊ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബെസ്റ്റ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പോക്കോ F6 ആയിരിക്കും സെലക്ട് ചെയ്യുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച പ്രോസസ്സർ അതിൽ വരുന്നുണ്ട്. ക്യാമറ ഫോക്കസ്ഡ് ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ Pixel 7 സെലക്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ റിയൽമി 12 Pro Plus 13 Pro Plus ഒക്കെ സെലക്ട് ചെയ്തേക്കാം. പിന്നെ ഓപ്പോ Reno 11 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഞാൻ സെലക്ട് ചെയ്തേക്കാം. പിന്നെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണിൽ പോക്കോ F6 പകരം ഞാൻ ചിലപ്പം റിയൽമി GT60 അതുപോലെ തന്നെ OnePlus Nord 4 ഒക്കെ സെലക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A Plus ഞാൻ കൺസിഡർ ചെയ്തേക്കാം. സാംസങ്ങിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ സെലക്ട് ചെയ്യില്ല. പകരം ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടിയിട്ട് സാംസങ് S21 FE എടുത്തേക്കാം. ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.